നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടും ക്ലോസ് മൈൻഡ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായി അല്ലേ. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത്തരക്കാർ പെരുമാറുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഓപ്പൺ മൈൻഡ് ആവണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവുമല്ലോ അല്ലേ. ഓപ്പൺ മൈൻഡ് ആയിട്ട് ഒത്തിരി പേരെ കണ്ട് അതെന്നൊക്കെ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഓപ്പൺ മൈൻഡ് ആവണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആവണം എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ ഒത്തിരി ടാസ്ക്കുള്ള പരിപാടിയാണെന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്താൽ ശരിയാവാത്ത എന്താ ഉള്ളത് അല്ലേ. നമുക്ക് മെല്ലെ മെല്ലെ ശരിയാക്കി എടുക്കാമല്ലോ. ഓപ്പൺ മൈൻഡ് എന്ന് പറയുന്നത് കുഞ്ഞു കാര്യമാണോ, വലിയൊരു സംഭവം അത്. അപ്പോൾ നമുക്ക് ഓപ്പൺ മൈൻഡ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളിലൂടെ എങ്ങനെ നമുക്ക് ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറാം എന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്ത് കാര്യത്തിനെയും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളെയും നമ്മൾക്ക് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വേണം. അംഗീകരിക്കാൻ നമുക്ക് പറ്റണം. ഇപ്പം എല്ലാതും ഒരുപോലെ അല്ലല്ലോ ഈ ലോകത്ത് അല്ലേ. എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ടായിരിക്കും. ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലായിരിക്കും കാര്യങ്ങളൊക്കെ പോയൊന്നുണ്ടായിരിക്കും. വ്യക്തികളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരേ ബിഹേവിയർ ആയിരിക്കില്ല, എല്ലാവരും ഒരേ ക്യാരക്ടർ ആയിരിക്കില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സുള്ള ഓരോരോ മോഡലാണ് ഓരോരോ വ്യക്തികളും അല്ലേ. ദൈവം അങ്ങനെയാണ് പറിച്ചു വിട്ടിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബ്രെയിൻ്റെ ഒരു ഫംഗ്ഷൻ ചിലപ്പോൾ അങ്ങനെയായിരിക്കും നടക്കുന്നതായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് വ്യക്തികളാണെന്നുണ്ടെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ പഠിക്കുക ആദ്യമേ. ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ആവണം എന്നൊന്നും വിചാരിച്ചിരിക്കരുത്, അങ്ങനെ ഒരിക്കലും നടക്കില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് എല്ലാ വ്യക്തികളെയും എല്ലാ സിറ്റുവേഷൻസിനെയും അംഗീകരിക്കാൻ പഠിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തൊരു പ്രശ്നത്തെ കാണുമ്പോഴും കുറച്ചും കൂടെ ഒത്തിരി വിശാലമായിട്ടുള്ള മനസ്സോട് കൂടിയ കാണുന്നത് വളരെ നല്ലതാണ്. ചിലർ പറയുന്നില്ലേ, നിനക്ക് എന്തൊരു ഇടുങ്ങിയ ചിന്താഗതിയാണെന്ന് പറയില്ലേ. അത് ഇടുങ്ങിയ ചിന്താഗതിക്കാരാവേണ്ടത്. നമ്മൾ എന്ത് കാര്യം കുറച്ചും കൂടെ ഒരു വിശാലമായിട്ടുള്ള ഒരു രീതിയിൽ കാണാനും നോക്കി കാണാൻ നമ്മൾ പഠിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വലിയൊരു സ്ക്രീനിൽ ഫിലിം കാണുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിലിം നമുക്ക് കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. ഫ്രണ്ട് സീറ്റിലൊക്കെ സീറ്റ് കിട്ടിയാൽ നമുക്ക് സിനിമ കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എങ്ങനെ ഇരിക്കുക നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ ഇങ്ങനെ മൊത്തത്തിൽ പരതേണ്ട ഒരു അവസ്ഥയായിരിക്കും. നേരെ മറിച്ച് നമുക്ക് ആ ഒരു സ്ക്രീൻ വിശാലമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ബാക്കിൽ പോയിരിക്കണം അല്ലേ. അപ്പോഴാണ് അത് വിശാലമായിട്ട് നമുക്ക് ആ ഒരു ഫിലിം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതിൽ എന്തൊക്കെ നമുക്ക് തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അതിനെന്തൊക്കെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴും നമ്മൾ അതിന് ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ കാണണ്ട. വിശാലമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സത്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവും, സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴായിരിക്കും. അപ്പോൾ എന്ത് കാര്യത്തെയും കുറച്ചും കൂടി വിശാല മനസ്സോടു കൂടി കാണാനായിട്ട് നോക്കുക. പിന്നെ നമുക്കൊക്കെ വേണ്ട ഒരു കാര്യമാണ് എംപതി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിമ്പതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ സിമ്പതി വേണം, പക്ഷേ സിമ്പതിയോടൊപ്പം തന്നെ നമുക്ക് ഇത്തിരി എംപതിയും കൂടെ വേണം. സിമ്പതി മാത്രം വെച്ചുകൊണ്ടിരുന്ന ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ച് എംപതിയും കൂടെ നമ്മുടെ ലൈഫിലൊക്കെ വേണം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളുടെ ഒരു പ്രശ്നം നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ കാണുന്നതിന് പകരം അയാളുടെ സ്ഥാനത്ത് നിന്നിട്ട് ചിന്തിക്കാൻ നമ്മൾ നോക്കുന്നത് വളരെ നല്ലതാണ്. അയാളുടെ പെർസ്പെക്റ്റീവിൽ, അല്ലെങ്കിൽ അയാളായിട്ട് നിന്നുകൊണ്ട് ഒരു പ്രശ്നത്തെ നോക്കി കാണും, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ളൊരു സാധനം കിട്ടും. അപ്പോൾ അതേ കാര്യങ്ങളായിരിക്കും മേ ബി അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഏതൊരു വ്യക്തിയുടെ ലൈഫ് എടുത്താലും ഏതൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്ത് കാര്യവും നോക്കിക്കാണാനും ചിന്തിക്കാനും ഒക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്യുക. അപ്പം നമുക്ക് കറക്റ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, പിന്നെ നമുക്കൊക്കെ ഓരോരോ ഏരിയയിൽ ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ സ്വയമേ കണ്ടെത്തുക. ചിലർക്ക് മേ ബി വായിക്കാൻ നല്ല ഇഷ്ടമുണ്ടായിരിക്കും. അപ്പോൾ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ധാരാളം വായിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ വായിക്കുന്നതിലൂടെ നമുക്ക് ഒത്തിരി അറിവുകൾ കിട്ടും. അങ്ങനെ ഒത്തിരി അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഓട്ടോമാറ്റിക്കലി ഒന്ന് ഡെവലപ്പായിട്ട് വരും. ഓക്കെ, ആ ഡെവലപ്പിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവും, ഓരോരോ കാര്യങ്ങളും നമുക്ക് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലൂടെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം നമ്മുടെ കണ്ണിലൂടെ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രം കാണുന്നതിന് പകരം നമുക്ക് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലൂടെ നോക്കി കാണാനായിട്ട് സാധിക്കും. ഒരു പ്രശ്നത്തെയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഒരു സംഭവത്തെ ആണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു തിങ്കിനെ ആണെന്നെങ്കിൽ കൂടി, ഒരു തിങ്സ് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചാൽ കൂടി ആ തിങ്സൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലൂടെ നോക്കി കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ അറിവ് കൂടുന്തോറും നമ്മുടെ പേഴ്സണാലിറ്റിയിലും ചേഞ്ച് വരും, നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലും ഒത്തിരി ചേഞ്ചുകൾ വരും. ഓക്കെ, ഇനി പറയാനുള്ളത്, ഒറ്റ നോട്ടത്തിൽ ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ചിലവർ കാണുമ്പോൾ തന്നെ അവരുടെ ഒരു ചെയറിൽ, ആ ഒരു ഡ്രസ്സിങ്ങിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ജഡ്ജ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ നിൽക്കരുത്. ആരെയും നമ്മൾ ഒറ്റ നോട്ടത്തിൽ ജഡ്ജ് ചെയ്യേണ്ട. നമ്മളുമായിട്ട് ഇടപഴകിയോ 2 ദിവസം 3 ദിവസം, അപ്പോഴും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്, ആദ്യമേ കയറി എല്ലാവരും കയറി കമ്പനി ആവാൻ നിൽക്കരുത്. ഇച്ചിരി പേഴ്സണൽ ബൗണ്ടറി ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. പോകെ ആയിരിക്കും നമുക്ക് ആളെന്താന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ അല്ലേ.
അപ്പോൾ നമ്മളെപ്പോഴും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ജഡ്ജ് ചെയ്യേണ്ട, കുറച്ച് ടൈം കൊടുത്തിട്ട് നമ്മൾ അയാളെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. പിന്നെ നമ്മുടെയൊക്കെ ലൈഫിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. ഓരോരോ എക്സ്പീരിയൻസ് ആണ് നമ്മളുടെ ലൈഫിലൂടെ എന്നും കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, നാളെ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, കുറച്ച് സാഡായിരിക്കും, പരാജയമായിരിക്കും, വിജയമായിരിക്കും. എന്ത് എക്സ്പീരിയൻസ് ആയാലും എന്ത് സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും നമ്മൾ മനസ്സിലാക്കുക, ഓരോരോ സിറ്റുവേഷനിലും നമുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി വിജയത്തിലായാലും പരാജയത്തിലായാലും എന്ത് കാര്യത്തിലായിക്കോട്ടെ നമുക്ക് പഠിക്കാൻ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു വിഷമം വന്നാൽ അതിനെ അങ്ങോട്ട് വിഷമമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ്ട് നമ്മൾ അതിന് ആഴത്തിലൊന്ന് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, എന്തായിരിക്കും റീസൺ, അത് പോസിറ്റീവായിട്ടൊന്ന് ആലോചിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോരോ ലെസണായിട്ട് ഓരോരോ എക്സ്പീരിയൻസിനെ നമ്മൾ കാണുക, നമ്മൾ അതിൽ നിന്നൊക്കെ പഠിക്കുക. അപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ മിസ്റ്റേക്സുകളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നേരത്തെ അറിവ് നേടണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പലരും ഈ ഓപ്പൺ മൈൻഡ് അല്ലാത്തതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കുറച്ചും കൂടെ നോളജ് കുറവാണെന്ന് നമുക്ക് കുറച്ചൊക്കെ പറയാനായിട്ട് പറ്റും. ഇപ്പോൾ അതുകൊണ്ടാണ് പലരും എന്തെങ്കിലുമൊക്കെ നമ്മൾ വളരെ ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ എന്തെങ്കിലും കാണുമ്പോൾ പറയുന്നത് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണെന്ന് പറയും, അല്ലെങ്കിൽ അറിവില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇതെന്നൊക്കെ പറയും. അല്ലെങ്കിൽ നീ ഇപ്പോഴും പഴയ കാലഘട്ടത്തിലാണോ നിൽക്കുന്നത്, നീ ഒന്നും പഠിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പം അതുകൊണ്ടൊക്കെ ഉള്ള വിഷയമാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. നമ്മളൊന്നിനെ കുറിച്ചിട്ട് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം കാണുന്നതുകൊണ്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ നമ്മുടെയൊക്കെ ഹ്യൂമൻ മൈൻഡ്, നിങ്ങളുടെയും എൻ്റെയൊക്കെ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര നല്ല കപ്പാസിറ്റിയുള്ള ഹ്യൂമൻ മൈൻഡാണ് നമുക്കൊക്കെ തന്നിട്ടുള്ളത്. നമ്മളത് യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണോ അങ്ങോട്ട് ഫീഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഫിസിക്കലും മെൻ്റലിയും ഒക്കെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനും അങ്ങനെ തന്നെയാണ്. നമ്മളെന്താണ് ഇമോഷണലി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനായിട്ട് നമ്മളെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഫീഡ്സിനനുസരിച്ചിട്ടാണ് നമുക്കുള്ള റിസൾട്ടൊക്കെ വരുന്നത്. അപ്പം നല്ല കപ്പാസിറ്റിയാണ് നമ്മുടെ ബ്രെയിനൊക്കെ. അപ്പോൾ എന്ത് കൊടുക്കണം, എന്ത് ഫീഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നല്ലത് കൊടുത്താലാണ് നല്ല നല്ല ഔട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ലത് മാത്രം കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറാൻ പറ്റും. അതിയായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ, കുറച്ചും കൂടെ വിശാലമായിട്ട് നമുക്ക് ലോകത്തെ കാണാൻ പറ്റും, വീക്ഷിക്കാൻ പറ്റും. പലതും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ, ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് കുറേ വിഷയങ്ങൾ ഇരിക്കുന്നത്, നമ്മൾ ഇതുവരെ ചിന്തിച്ചതൊന്നുമല്ല കറക്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ എന്നും നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, എൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണ്, ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വാല്യൂ അഡീഷനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എന്ത് കാര്യം എൻ്റെ ബിഹേവിയറിൽ ഒന്ന് കുഞ്ഞു കാര്യങ്ങൾ, എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു മാറ്റം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഡെയിലി റുട്ടീനിലൊന്ന് ഉൾപ്പെടുത്താൻ നോക്കുക. വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും അല്ല, ചിലപ്പോൾ മാസങ്ങളും ആഴ്ചകളൊക്കെ എടുത്തിട്ട് നമുക്ക് വലിയ രീതിക്കുള്ള ഒരു മാറ്റം നമ്മൾ കാണാൻ പറ്റും. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്കിയുള്ളവർ തന്നെ പറയും, ഇന്നലെ വരെ കണ്ട ആളെല്ലാം ഇന്ന് മാറിയല്ലോ എന്നൊക്കെ പറയും. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.